5 മിനിറ്റ് വീട്ടിൽ തന്നെ ഒന്ന് ചിലവിട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്താൽ മതി. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ആവും, അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോഡി നന്നായിട്ട് വാം ആകാനായിട്ടും ഈ വ്യായാമങ്ങൾ നിങ്ങളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ പ്ലാങ്ക് പോസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നിങ്ങൾ എൽബോ ഇതുപോലെ നിലത്ത് വെക്കുക. അതിനുശേഷം വലതു കൈപ്പത്തി വെക്കുക, ഇടത് കൈപ്പത്തി വെക്കുക. ഇതുപോലെ 3 റൗണ്ട് നമ്മൾ ചെയ്യും. അതിനുശേഷം ചേഞ്ച് ചെയ്യും. ലെഫ്റ്റ് എൽബോ വെക്കും, അതിനുശേഷം റൈറ്റ് എൽബോ, ലെഫ്റ്റ് കൈപ്പത്തി, റൈറ്റ് കൈപ്പത്തി. ഇതുപോലെ മാറി മാറി വലത് കൈ 3 റൗണ്ട്, അതിനുശേഷം ഇടത് കൈ 3 റൗണ്ട്. നിങ്ങൾക്ക് ടയേർഡ് ആകുമ്പോൾ റിലാക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ തുടങ്ങാം. ഇനി വലത് മുട്ടുകൈ നിലത്ത് വെക്കുക, ഇടത് മുട്ടുകൈ നിലത്ത് വെക്കുക, വലത് കൈപ്പത്തി വെക്കുക, ഇടത് കൈപ്പത്തി വെക്കുക. പ്ലാങ്ക് പോസ്. 1 റൗണ്ട്. വലത് മുട്ടുകൈ നിലത്ത് വെക്കുക, ഇടത് മുട്ടുകൈ വെക്കുക, വലത് കൈപ്പത്തി വെക്കുക, ഇടത് കൈപ്പത്തി വെക്കുക. 2 റൗണ്ട്. വലത് മുട്ടുകൈ നിലത്ത് വെക്കുക, ഇടത് മുട്ടുകൈ നിലത്ത് വെക്കുക, വലത് കൈപ്പത്തി വെക്കുക, ഇടത് കൈപ്പത്തി വെക്കുക. ഇനി 3 റൗണ്ട് ഓപ്പോസിറ്റ്. ഇടത് മുട്ടുകൈ നിലത്ത് വെക്കുക, വലത് മുട്ടുകൈ വെക്കുക, ഇടത് കൈപ്പത്തി, വലത് കൈപ്പത്തി. 1 റൗണ്ടായി. ഇടത് കൈമുട്ട് വെക്കുക, വലത് കൈമുട്ട്. ഇനി ഇടത് കൈപ്പത്തി വെക്കുക, വലത് കൈപ്പത്തി. അവസാന റൗണ്ട്. ഇടത് കൈമുട്ട് നിലത്ത് വെക്കുക, വലത് കൈമുട്ട് വെക്കുക, ഇടത് കൈപ്പത്തി വെക്കുക, വലത് കൈപ്പത്തി വെക്കുക. ഇപ്പോൾ 3 3 6 റൗണ്ടായി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു തവണ കൂടി, ഒരു 6 തവണ കൂടി ചെയ്യാൻ ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ റിലാക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് പശ്ചിമോത്താസനവും പൂർവോത്താസനവുമാണ്. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം, അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ ഇരിക്കുക, മാറ്റിൽ കംഫർട്ടബിൾ ആയിട്ട്. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 2 കൈകളും ഉയർത്തുക. അതിനുശേഷം ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക. ഇതുപോലെ. ഇനി ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുക. അതിനുശേഷം കൈ പിന്നിൽ വെച്ച് അരക്കെട്ട് മാക്സിമം ഇതുപോലെ ഉയർത്തുക, പിന്നോട്ട് നോക്കുക. ഇനി അരക്കെട്ട് താഴ്ത്തുക. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. നമുക്ക് 5 റൗണ്ട് ചെയ്യാം. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി മനസ്സിലാവും. കാല് നിവർത്തി വെക്കുക. നമുക്ക് ആരംഭിക്കാം. അപ്പോ ആദ്യം തന്നെ കൈകൾ ഉയർത്തുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ശ്വാസം എടുത്ത് ഉയർന്ന് 2 കൈയും പിന്നിൽ വെച്ച് ശ്വാസം എടുത്ത് അരക്കെട്ട് ഉയർത്തുക. ഹിപ്പ് ഡൗൺ ചെയ്യുക. 1 റൗണ്ടായി. ഇനി കൈകൾ ഉയർത്തുക. ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക. തല ഉയർത്തുക. കൈകൾ പിന്നിൽ വെക്കുക. ശ്വാസം എടുത്ത് ഹിപ്പ് അപ്പ് ചെയ്യുക. 2ാമത്തെ റൗണ്ട്. ഹിപ്പ് ഡൗൺ ചെയ്യുക. പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. 2 കൈകളും ഉയർത്തുക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക. ശ്വാസം എടുത്ത് തല അപ്പ് ചെയ്ത് 2 കൈയും പിന്നോട്ട് വെക്കുക, പിന്നിൽ വെക്കുക. ഒരിക്കൽ കൂടി ശ്വാസം എടുത്ത് ഹിപ്പ് അപ്പ് ചെയ്യുക. 3ാമത്തെ റൗണ്ട്. ഇനി ഹിപ്പ് ഡൗൺ ചെയ്യുക. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട. ശ്വാസം എടുത്ത് 2 കൈയും അപ്പ് ചെയ്യുക. ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക. തല അപ്പ് ചെയ്യുക. ഇനി കൈ പിന്നിൽ വെക്കുക. അരക്കെട്ട് മാക്സിമം ഉയർത്തുക, പിന്നോട്ട് നോക്കുക. 4ാമത്തെ റൗണ്ട്. അരക്കെട്ട് താഴ്ത്തുക. 2 കൈയും ഉയർത്തുക. ആവുന്നത്ര സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക. ഒരല്പസമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലെ. ഇനി ശ്വാസം എടുത്ത് തല അപ്പ് ചെയ്യുക. 2 കൈയും പിന്നിൽ വെക്കുക ഇതുപോലെ. ഇനി അരക്കെട്ട് മാക്സിമം ഉയർത്തുക.
കാൽ ശരിക്കും സ്ട്രെച്ച് ചെയ്യുക, പിന്നോട്ട് നോക്കുക, അരക്കെട്ട് മാക്സിമം. ഇനി ശ്വാസം വിട്ട് അരക്കെട്ട് താഴ്ത്തുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 തവണ കൂടി ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിലെ കൊഴുപ്പ് അകറ്റാനും വയറിലെ പേശികളെ ദൃഢപ്പെടുത്താനുമുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ അതിനായി നിങ്ങൾ കാൽ രണ്ടും ഇതുപോലെ മടക്കി വെക്കുക. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇനി 2 കൈകളും ഉയർത്തുക, ശ്വാസം എടുക്കുക ഉള്ളിലേക്ക്. അതിനുശേഷം ഹെഡും ചെസ്റ്റും അപ്പ് ചെയ്യുക, ശ്വാസം വിടുക അപ്പ് ചെയ്യുന്ന സമയത്ത്. ഇനി ഹെഡ് ഡൗൺ ചെയ്യുക, ചെസ്റ്റ് ഡൗൺ ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു 10 റൗണ്ട് ചെയ്യാം. നിങ്ങൾ ടയേർഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിലാക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇതുപോലെ കാല് ചേർത്ത് വെക്കുക, മുട്ടുകാല് ഓപ്പൺ ചെയ്യുക, 2 കൈയും അപ്പ് ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേൽ, അപ്പ്, എക്സേൽ ആൻഡ് ഡൗൺ. ഇൻഹേൽ, അപ്പ് ആൻഡ് എക്സേൽ, ഡൗൺ. 2 റൗണ്ടായി. അപ്പ് ആൻഡ് എക്സേൽ, സ്റ്റേ ദേർ, ഡൗൺ ചെയ്യുക. ഇപ്പൊ 3 റൗണ്ടായി. ഇൻഹേൽ ആൻഡ് അപ്പ്, എക്സേൽ, ഡൗൺ ചെയ്യുക. 4 റൗണ്ടായി. അപ്പ് മാക്സിമം, സ്റ്റേ ചെയ്യുക ആൻഡ് ഡൗൺ. നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ കൈകൾ രണ്ടും തലയിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഇൻഹേൽ, അപ്പ് ആൻഡ് എക്സേൽ. ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഡൗൺ. ഇൻഹേൽ, അപ്പ് ആൻഡ് എക്സേൽ. 7ാമത്തെ റൗണ്ട്. ഡൗൺ. 8ാമത്തെ റൗണ്ട്. ഇൻഹേൽ, അപ്പ് ആൻഡ് എക്സേൽ. മാക്സിമം ടൈം ഹോൾഡ് ചെയ്യുക. ഡൗൺ. 9ാമത്തെ റൗണ്ട്. ഇൻഹേൽ, അപ്പ് ആൻഡ് എക്സേൽ, ഡൗൺ. ഇനി 10ാമത്തെ റൗണ്ട്. ഇൻഹേൽ, അപ്പ് ആൻഡ് എക്സേൽ, സ്റ്റേ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഒന്ന് സ്റ്റേ ചെയ്യുക. അത് നിങ്ങളുടെ കോർ മസിൽസിന് വളരെ നല്ലതാണ്. ഡൗൺ. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 5 റൗണ്ട് കൂടി ചെയ്യാൻ നോക്കുക. പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഇതുപോലെ മാറ്റിൽ കിടന്ന് നന്നായിട്ട് ഡീപ് ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്യാം.